هنا وفي ساحة السرايا وسط مدينة غزة نشاهد هذه الصورة المباشرة. سلمى هذه الآن هي رهائن، الآن تتم عملية تبادل هذه الصور المباشرة، وتم إخراج الآن الثلاث رهائن كما شاهدنا في هذه الصور المباشرة عبر شاشة الجزيرة. الآن تم إخراج الأسرى الإسرائيليين الأسيرات من المحتجزات الأسرى الإسرائيليين، والآن تم تسليمهم إلى الصليب الأحمر في المركبة الأخرى في الاتجاه الآخر كما نشاهد. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നീണ്ട 471 ദിവസങ്ങൾക്കൊടുവിൽ ഇസ്രായേൽ സൈന്യം തീമയ പൊയ്യിച്ച് ഫലസ്തീനിൽ തിരഞ്ഞിട്ടും കാണാത്ത ഒളിത്താവളങ്ങളിൽ ഒളിപ്പിച്ച യുദ്ധത്തടവുകാരിൽ 3 സ്ത്രീകളെ ഇന്നലെ ഹമാസ് സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ആ 3 വനിതകളെ ഹമാസ് റെഡ് ക്രസന്റ് വാഹനത്തിലേക്ക് കയറ്റുകയും അവിടെ നിന്ന് അവർ നേരെ അത് ഇസ്രായേൽ സൈനിക താവളത്തിലേക്ക് അവരെ എത്തിക്കുകയുമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് അവർ വീഡിയോ കോളിൽ കുടുംബക്കാരുമായി സംസാരിക്കുകയും ആഹ്ലാദം പങ്കിടുകയും ചെയ്യുകയുണ്ടായി. അത് രാവിലെ തന്നെ ഇസ്രായേൽ വമ്പിച്ച ആഘോഷങ്ങളും അതുപോലെ തന്നെ പാട്ടും ഡാൻസുമായി എല്ലാം അവരെ വരവേൽക്കുന്നത് നമുക്ക് കാണാനിടയായി. അതിന് പ്രത്യുപകാരം എന്നോണം തന്നെ ഇസ്രായേൽ യുദ്ധത്തടവരാക്കി വെച്ചിരുന്ന ഏകദേശം 95 ഫലസ്തീനികളെ, സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും അടക്കമുള്ള 95 ഫലസ്തീനികളെ ഏകദേശം പുലർച്ചയോടെ തന്നെ ഇസ്രായേലും ഹമാസിന് കൈമാറുന്ന സന്തോഷകരമായ ഒരു നിമിഷത്തിന് ഇന്നലെ ഗാസ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഗാസ ഈ സന്തോഷത്തിൻ്റെ കണ്ണീർ അശ്രുകൾ പൊയ്ക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഗാസ ആഘോഷ രാവിലാണ് ഇന്നലെ രാത്രി എന്ന് വേണം പറയാൻ. നീണ്ട രക്തച്ചൊരിച്ചിലിനൊടുവിൽ ഇതാ ഒരു വെടിനിർത്തൽ കരാർ വന്നിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിൽ ഹമാസ് ഗാസയിൽ മുഴുവൻ ആഘോഷ പരിപാടികൾക്ക് ഇന്നലെ തുടക്കം കുറിക്കുകയുണ്ടായി. ഇനിയും ഒരുപാട് യുദ്ധത്തടവുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് 2 നേതാക്കളും ഉറപ്പു നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ഇനിയും നടക്കാനുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നീണ്ട ഏകദേശം 15 മാസത്തോളമായി നീണ്ട രക്തച്ചൊരിച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരു വെടിനിർത്തലിന് തയ്യാറായി വന്നിരിക്കുന്നത്. ഒരുപാട് യുദ്ധത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായെങ്കിലും ഇപ്പോൾ ഇതാ ഒരു സന്തോഷത്തിൻ്റെ രാവ് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഹമാസ് നിവാസികൾക്ക് ഇനി സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും കിടന്നിറങ്ങാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാകട്ടെ എന്ന് പഠിച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾക്കും ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് പേർക്ക് സാധാരണ ജനങ്ങൾക്ക് ജീവൻ നഷ്ടമാകാൻ ഈ യുദ്ധം കാരണമായി. തീർച്ചയായിട്ടും അതിനെല്ലാം ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ ഇതാ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഇനി യാതൊരു സംഘർഷങ്ങളും രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.